ഗൈസ് വെൽക്കം ടു ക്രിപ്റ്റോസാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിങ്ങനെ ഗ്യാപ്പ് വരുന്നുണ്ട്, ഒരു എക്സാമിന് തിരക്കായതുകൊണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന സമയത്ത് തന്നെ നമുക്ക് സജീവമാവാം. ടെലഗ്രാം പബ്ലിക് കമ്മ്യൂണിറ്റിയിലും ഞാൻ വോയിസ് പ്രകാരം ഇടുന്നുണ്ട്. എന്നാലും ആ വീഡിയോയിൽ നിങ്ങളോട് സംവദിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഇൻട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം BTC 100K അവിടെ തന്നെയുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മളൊരു 10% BTCയുടെ കറക്ഷൻ കണ്ടിരുന്നു, ഓൾ ടൈം ഹൈൻ്റെ അവിടെ നിന്ന്. ആ സമയത്ത് നല്ല രീതിയിൽ ആൾട്ട് കോയിൻ ഡൗൺ ആയി. നമ്മൾ ആ സമയത്ത് പറഞ്ഞതാണ് പേടിയാണോ എന്നുള്ള ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ അതിൻ്റെ സാധ്യതകൾ പറഞ്ഞു. ഇനിയിപ്പോൾ ഇന്ന് ഉള്ളത് ശനിയാഴ്ച ആണെങ്കിൽ വരുന്ന ആഴ്ച 7ാമത്തെ ആഴ്ചയാണ്. ഈ 7ഉം 8ഉം കൂടിയാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. ഹൈ ലിവറേജ് ട്രേഡ്, മെൻ്റലി പ്രിപ്പയർഡ് ആവണം, കറക്ഷന് സാധ്യതയുണ്ട്. എന്ത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുമ്പ് ഇതേപോലെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ നിങ്ങളോട് വിഷയമായിട്ട് പറഞ്ഞതാണ്. ടെലഗ്രാം പബ്ലിക് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് മറ്റേ പിന്നീട് വേർഷനിൽ ഇതിനെങ്ങനെയാണ് സംഭവം എന്നുള്ളത് ഞാനൊരു വിശദീകരിച്ചൊരു വോയിസ് ഇട്ടിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഈ പറയുന്ന 7ാമത്തെയും 8ാമത്തെയും ആഴ്ച എന്ന് പറയുന്നത് വരും ആഴ്ചകൾ നമുക്കറിയാം ക്രിസ്മസ്, ന്യൂ ഇയർ പോലുള്ള ആഴ്ചകളാണ് വരാൻ പോകുന്നത്. പൊതുവേ ആഘോഷം, ഹോളിഡേ ഒക്കെ വരുന്ന സമയത്ത് തന്നെ ഇപ്പോൾ കറൻ്റ്ലി കുറച്ച് നേരത്തെ വന്നവർക്കൊക്കെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാവുന്ന സാഹചര്യത്തിലാണ് BTC നിൽക്കുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എന്ത് ചെയ്യപ്പെടാം, ചെറിയ ഫണ്ട് എന്ത് ചെയ്യപ്പെടാം, ചിലപ്പോൾ ഈ ആഘോഷങ്ങൾക്ക് വേണ്ടി പിൻവലിച്ചേക്കാം. ആ ഒരു നല്ല കാര്യം തന്നെയാണ്. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നതാണ്, നമ്മൾ എന്ത് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആഘോഷങ്ങൾ, നമ്മളെ എല്ലാ സാധനവും നമ്മളിത് യൂസ് ചെയ്യണം. അൾട്ടിമേറ്റ് നമ്മുടെ എയിം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം എളുപ്പമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പലരും ചെയ്യാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ജാനുവരി 20 ട്രംപ്, ആ റേഞ്ചിലാണ് ട്രംപിൻ്റെ. അപ്പോൾ അതൊരു ബുള്ളിഷ് സെറ്റപ്പാണ്. അപ്പോൾ ആ ബുള്ളിഷിന് മുമ്പ് കുറച്ചും കൂടി വൈപ്പ് ഔട്ട് ചെയ്യണമെന്ന് തോന്നിയാൽ കുറ്റപ്പെടുത്താൻ പറ്റാത്ത പോയിൻ്റാണ് ഈ ഉള്ള ഏരിയയിൽ. പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി പുതിയ കുറേ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറേ ആൾക്കാർ പ്രോഫിറ്റ് കണ്ടിങ്ങനെ നിൽക്കുന്നുണ്ട്. നമുക്ക് വേണ്ട ആഘോഷങ്ങൾക്ക് വേണ്ട വേറെ പണം എടുക്കുക, ക്രിപ്റ്റോ എന്നൊന്നും ഞാൻ പിൻവലിക്കില്ല, കാരണം ആ പൈസ അവിടെ നിൽക്കട്ടെ, കാരണം ഈ വരുന്ന സമയങ്ങളിലൊക്കെ വലിയൊരു കയറ്റം കയറാൻ പോവുകയല്ലേ എന്ന് വിചാരിക്കും. അങ്ങനെയുള്ളവരെ പെട്ടെന്നൊരു കറക്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും വേണ്ട, കുറച്ച് ബുക്ക് ചെയ്ത്. കാരണം എപ്പോഴും നമുക്ക് കറക്ഷൻ കാണുമ്പോഴാണ് ബുക്കിങ്ങിനെ കുറിച്ച് നമ്മളെപ്പോഴും പറയുന്നുണ്ട്. എന്നോട് പേഴ്സണലി ഒരാൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ $1000 ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു, എങ്ങനെയും ബുക്ക് ചെയ്യാൻ തോന്നുന്നില്ല. പക്ഷെ അതൊരു 400 ആകുമ്പോൾ ബുക്ക് ചെയ്യാൻ തോന്നുന്നുണ്ട്. അന്നേരം ഞാൻ തന്നെ എന്നോട് തന്നെ പറഞ്ഞു 400 കിട്ടിയല്ലോ എന്നുള്ള അങ്ങനെ ഒരു മെൻറ്റാലിറ്റി എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അങ്ങനെയും സംഭവിക്കാം. ഈ പറയുന്ന ഡിസംബർ സമയത്ത്, ഈ ലാസ്റ്റ് സമയത്ത് ഒരു ആഘോഷങ്ങൾക്ക് പിൻവലിക്കപ്പെടേണ്ട സമയത്ത് ഒരു പെട്ടെന്നൊരു കറക്ഷൻ കണ്ട ചില ആൾക്കാർ ഫണ്ട് പെട്ടെന്ന് വലിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ഞാൻ ഇത് പറയുകയാണ്, കാരണം 7ഉം 8നും ഒരു കറക്ഷൻ ഉണ്ടാവലുണ്ട്. 6ൽ 10% ഉണ്ടായതുപോലെ ഒരു സമയമാണിത്. അത് ഈ പറയുന്ന ഈ ക്രിസ്മസിനെയും ഹോളിഡേ ഒക്കെ ഇൻട്രാക്ട് ചെയ്യുന്നു. ജാനുവരി 20 അനുസരിച്ച് ഈ പറയുന്ന ട്രംപ് വരുന്നതിൻ്റെ ഹൈപ്പ് ഉണ്ടാകുന്നതുകൊണ്ട് എന്തായാലും ജാനുവരിയിൽ ഒരു ഹൈപ്പിൽ കയറേണ്ടതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ഡൗൺ വരുന്ന, ഉദാഹരണത്തിന് ഞാൻ ഇങ്ങോട്ട് പറയാം, ഈ ട്രംപിൻ്റെ ഈ ട്രംപ് വിജയിച്ച സമയത്തുള്ള ഹൈപ്പിന് മുമ്പത്തെ കുറച്ച് ദിവസം ഒരു വലിയ കറക്ഷൻ ഉണ്ടായിരുന്നു. അതായത് 67-ന്നൊക്കെ 63-ലേക്കൊക്കെ വന്നിരുന്നു BTC. പിന്നെ അവിടെ നിന്നാണ് അങ്ങനെ പൊതുവേ ഉണ്ടാവലുണ്ട്. ഒരു വലിയ ഗ്രോത്തിന് മുമ്പ് ഒന്ന് പുലി പതുങ്ങുന്ന പോലെ മാർക്കറ്റ് ഒന്ന് പതുങ്ങലുണ്ട്. ഇപ്പോൾ ഈ 100Kയിലേക്ക് എത്തി ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഒന്ന് പതുങ്ങി, പിന്നെ കുറച്ച് ഇവിടെ തന്നെ നിൽക്കുന്നു. ഇനി ഇവിടുന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എവിടത്തേക്ക് പോകില്ല? അല്ല, അൾട്ടിമേറ്റ് BTC അടുത്ത ഗ്രോത്ത് സംഭവിക്കും. ഇപ്പം ഞാൻ നിങ്ങളോട് ഈ സംവദിക്കുന്ന സമയത്ത് BTC ഇനി ഒരിക്കലും ഗ്രോത്ത് ഇല്ല എന്നുള്ള ആറ്റിറ്റ്യൂഡല്ല. ഇതൊക്കെ ഷോർട്ട് ടേം, ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ചെയ്ത് കഴിഞ്ഞാൽ, കഴിഞ്ഞ ഡിപ്പ് 10% നമ്മളെ ഫോളോ ചെയ്യുന്ന അധികം ആൾക്കാർക്കും ഒരു ബേജാറും ഉണ്ടാക്കാത്തൊരു ഡിപ്പായിരുന്നു. എന്തുകൊണ്ട്? നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആവുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ പ്രിപ്പറേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അൾട്ടിമേറ്റ് ബുൾ മാർക്കറ്റിൻ്റെ എനിക്ക് തോന്നുന്ന ഒരു 40ാമത്തെ ദിവസമോ 39ാമത്തെ ദിവസമേ നമ്മളുള്ളൂ. ഉദാഹരണത്തിന്, അതായത് പോസ്റ്റ് ബ്രേക്കൗട്ടിന് ശേഷം സാധാരണഗതിയിലും 300 ദിവസം വരെ ബുൾ മാർക്കറ്റ് പീക്ക് ചെയ്യാനുണ്ടാവലുണ്ട്. നമുക്കൊരു 200 ദിവസം കൂട്ടിയാലും നമ്മുടെ മുമ്പിൽ എന്തുണ്ട്, ഒരു 150 ദിവസം 160 ദിവസം നമ്മുടെ മുമ്പിലുണ്ട്. 160 ദിവസം 150 ഒരു 5 മാസം എങ്കിൽ കൂട്ടാം അല്ലേ? അങ്ങനെയല്ല നമ്മൾ കൂട്ടേണ്ടത്. 5 നമുക്ക് 6 കൂട്ടിയ ജൂൺ, നമ്മൾ പണ്ടേ സംസാരിക്കുന്ന വിഷയം തന്നെ. ജൂൺ ജൂലൈ നമുക്ക് നേരത്തെ പോകുന്നുണ്ടെങ്കിൽ ജൂൺ ജൂലൈ പിടിക്കാം. എന്നാൽ കുറച്ചും കൂടി എക്സ്ട്രീമായിട്ട് നോക്കുകയാണെങ്കിൽ ഒക്ടോബർ നമുക്ക് കൂട്ടാം അടുത്ത കൊല്ലത്തിൻ്റെ. അപ്പോൾ ഈ ഏരിയയിലൊക്കെ നമുക്ക് സമയമുണ്ട്. മാത്രമല്ല ആൾട്ട് കോയിൻ എന്താണ്, ആൾട്ട് കോയിൻ പെട്ടെന്ന് കുറയുന്നതാണ്. അപ്പോൾ നമ്മൾ ആ ബിറ്റ് കോയിൻ ഡോമിനൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്, അത് നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയാം. ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ BTCക്ക് മാത്രം ആ ഒരു ഡോമിനൻറ്റ് പവർ കിട്ടുന്ന സമയത്ത് പൊതുവെ മോർ ഇൻവെസ്റ്റ്മെൻറ്റ് BTCയിലേക്ക് വരുമ്പോൾ ആൾട്ടിൽ നിന്ന് മണി നേരെ എന്ത് ചെയ്യപ്പെടും, BTCയിലേക്ക് പോകുമ്പോൾ BTCൻ്റെ ചേഞ്ചസ് ആൾട്ടിനെ വല്ലാണ്ട് ബാധിക്കും. കാരണം കുറച്ചും കൂടി സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ് BTC ആണെന്ന് കരുതി BTCയിലേക്ക് ഫണ്ട് വരും. അതേ സമയത്ത് BTC ഒന്ന് സ്റ്റേബിൾ ആവുകയും ഡോമിനൻസ് കുറയുകയും ചെയ്താൽ ഈ BTC കിട്ടുന്ന പ്രോഫിറ്റ് മെയിനായിട്ട് ആൾട്ടിലേക്ക് ഫ്ലഡ് ചെയ്യും. ഞാൻ ആ ഒരു പാർട്ട് വന്നില്ലേ, ഫിയറ്റിൽ നിന്ന് BTCയിൽ നിന്ന് ഇത്തീരിയം, സൊളാനോ, മേജർ കോയിൻ, പിന്നെ സ്മോൾ ക്യാപ്പ്, പിന്നെ മീം കോയിൻസ്, അങ്ങനെയാണ് അങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കും.
ഇപ്പോൾ ഈ വിഷയം നമ്മൾ പറയുന്നു പറഞ്ഞാൽ ഈ ആൾട്ട് കോയിനിലേക്കൊക്കെ ശരിക്കും നിങ്ങൾ പറഞ്ഞ പോലെ ആ പീക്ക് വന്ന് ചില ആൾക്കാർ എന്നോട് പറയുന്നുണ്ട് കഴിഞ്ഞ ആൾട്ട് മാർക്ക് 2020 ഗ്രോത്ത് ഒന്നും കിട്ടൂല ബൈ, അങ്ങനെയൊന്നും ആൾട്ടിന് ഗ്രോത്ത് ഉണ്ടാവില്ല. സത്യം പറഞ്ഞാൽ ആൾട്ട് മാർക്കറ്റ് ക്യാപ്പ് 415 ബില്യണിലേക്ക് എത്തിയിരുന്നു. അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ പീക്കായ ലെവലിലേക്ക് തട്ടിയിട്ടാണ് ഈ കഴിഞ്ഞ ദിവസം ഡൗൺ ആയത് ടോട്ടലി നമ്മൾ നോക്കുമ്പോൾ. അപ്പോൾ നമ്മൾക്ക് ഈ 1-2 കോയിൻസിൻ്റെ ഈ ഗ്രോത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സണലി ഹോൾഡ് ചെയ്യുന്ന ചില കോയിൻസിൻ്റെ ഗ്രോത്ത് വലിപ്പം കാണാത്തത് കൊണ്ട് അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ആ കോയിനൊക്കെ ചിലപ്പോൾ ലേറ്റായിട്ട് പമ്പ് ചെയ്യാൻ പറ്റുന്ന കോയിനായിരിക്കും. അങ്ങനെയുണ്ട് ചില കോയിൻസുകൾ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മളിപ്പോൾ കൂടുന്നതായിട്ടില്ലെങ്കിൽ അത് വെച്ചിട്ട് ഈ ഒരു ബുൾ മാർക്കറ്റിനെ കമ്പയർ ചെയ്യരുത്. കഴിഞ്ഞ ബുൾ മാർക്കറ്റിൻ്റെ ടോട്ടൽ 415 ബില്യൺ മാർക്കറ്റ് ക്യാപ്പാണ് ഈ കഴിഞ്ഞ ആഴ്ച ആൾട്ട് കോയിൻ അവിടെ തട്ടിയിട്ടാണ് ഡൗൺ വന്നത്. അപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കാനേ പാടില്ല. അങ്ങനെയുള്ള തോട്ടുകൾ ഈ കഴിഞ്ഞ 30K BTC ഉണ്ടാകുമ്പോൾ 40K BTC ഉണ്ടാകുമ്പോൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ സെൽഫ് ഡീമോട്ടിവേറ്റ് ആവരുത് എന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഈ ആൾട്ടിൻ്റെ ഫോമോ ആൾട്ട് മാർക്കറ്റ് അങ്ങനെ എങ്ങനെ പറഞ്ഞാൽ പോലും നമ്മളുടെ ഇടയിൽ എന്നും ഒരു തോന്നലുകൾ നിർബന്ധമാണ്. നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇത് കാലങ്ങളോളം മരിക്കുന്നോളം ഇവിടെ ഹോൾഡ് ചെയ്യാനുള്ള സെറ്റപ്പ് അല്ല. അത് മനസ്സിലാക്കണം. ശരിയാണ്, ചില ആൾക്കാർക്ക് അങ്ങനെ തോട്ടുണ്ട്. പക്ഷെ നമ്മളിവിടെ ഫോളോ അപ്പ് ചെയ്യുന്നത് ഈ ബുൾ മാർക്കറ്റ് പീക്കിൽ നിന്ന് പ്രോഫിറ്റ് എടുത്ത് പിന്നീടുള്ള ബിയർ മാർക്കറ്റിൽ നിന്ന് റീബൈയിങ് ആണ്. അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇനി ഡയമണ്ട് ഹാൻഡാണ് നമ്മൾ എപ്പോഴും വരെ നമ്മൾ ഡയമണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പീക്ക് വരെ ഡയമണ്ട് ഹാൻഡാണ്. എന്നിട്ട് നമ്മൾ ചില ആൾക്കാർക്ക് ഇത് തോന്നും അത് ന്യൂ ബിഹേവിയർ ആണ്. അങ്ങനെയല്ല, നമ്മൾ ഹാർഡായിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുകയാണ് വേണ്ടത്. ശരിയാണ്, അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഞാൻ കുറ്റപ്പെടുന്നൊന്നുമില്ല. പക്ഷെ ചിന്തിച്ച് നോക്കിയാൽ BTC 69Kന്ന് 16Kയിലേക്ക് വന്നിട്ട് പിന്നീടാണ് 100Kയിലേക്ക്. അങ്ങനെയുള്ള ആ ഒരു ഗ്രോത്ത്, അതായത് ഈ ബുൾ മാർക്കറ്റിൻ്റെ ഒരു പീക്കിൽ വന്നിട്ട് പിന്നെ ഒരു ബിയർ മാർക്കറ്റ് ഡൗൺ. ആ സമയത്ത് അപ്പം ബിയർക്ക് ഇനി അങ്ങനെ ഒന്നും കിട്ടൂല എന്നുള്ള തോന്നൽ വരും. ഒരിക്കലും ചിന്തിക്കേണ്ട. കാരണം 2021 ബുൾ മാർക്കറ്റിലും BTC 70K എത്തുമ്പോൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ BTC 16K എത്തും? ഇല്ല, അതിനുള്ള സാഹചര്യം അന്ന് ഉണ്ടായിട്ടില്ല. ഒരു ബിയർ മാർക്കറ്റ്, ഒരു ബുൾ മാർക്കറ്റിൻ്റെ ആ ഒരു ഹൈപ്പിൻ്റെ ആവേശത്തിലില്ലേ, നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല BTC 16Kയിലെത്തും. അതുപോലെ തന്നെ പിന്നെ ഈ പറയുന്ന പോലെ ഇനിയൊരു 16K എത്തുന്നൊന്നുള്ള ചിന്ത വേണ്ടേ. അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് ചില അപ്പോൾ ഒരു കാര്യം ചെയ്യാം, കഴിഞ്ഞ ബിയർ മാർക്കറ്റിൽ 16K ഞാൻ ഇനി BTC 16 അങ്ങനെ തോട്ട് ചെയ്യണ്ട. ഇനിയൊരു കുറയലും ഉദ്ദേശിക്കുന്നത് പണ്ടത്തെ 69Kൻ്റെ പീക്ക് പോലും ഇനി നമുക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഈ ബുൾ മാർക്കറ്റിൻ്റെ എക്സ്റ്റെൻഡ് വെച്ചിട്ടുള്ള ആ ഒരു റിലേറ്റീവ് കുറയലാണ് നമ്മൾ സംസാരിക്കുന്നത്. ചിലപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ബുൾ മാർക്കറ്റിൽ 160K എത്തിയെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴുള്ള ഏരിയ ആയിരിക്കും ചിലപ്പോൾ അടുത്ത ബിയർ മാർക്കറ്റ് ഏരിയ എന്നുള്ള തോട്ടും കൂടി നമ്മളെ മനസ്സിൽ വേണം. ഓക്കെ, അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ 2016 ഒരു പീക്ക് ഏരിയ ആയിരുന്നു 19K. ആ 19Kൻ്റെ ജസ്റ്റ് അടുത്താണ് ഈ 16K എന്ന് പറയുന്നത് കഴിഞ്ഞ ബുൾ മാർക്കറ്റ് അതായത് കഴിഞ്ഞ ബുൾ മാർക്കറ്റിൻ്റെ 2016 ബുൾ മാർക്കറ്റിൻ്റെ പീക്കിൻ്റെ ഏരിയയിലേക്കാണ് 2020 ഡൗൺ ആയപ്പോൾ 22-23 ബിയർ മാർക്കറ്റിലേക്ക് വന്നത്. അപ്പോൾ ഇത്തരം തോട്ടുകളും കൂടി നമ്മുടെ മനസ്സിലുണ്ടാവണം എന്നും കൂടെ. അതുകൊണ്ട് ഈ സമയത്ത് ചിന്തിക്കുമ്പോൾ ഇവൻ സെൽ ഓഫ് ചെയ്യുന്ന രീതിയിലാണ് അങ്ങനെയല്ല. നമ്മൾ സെൽ ഓഫ് ചെയ്യുന്ന പീരീഡ് എന്ന് പറയുന്നത് ബുൾ മാർക്കറ്റ് പീക്ക് എന്നുള്ളതും കൂടിയുണ്ട്. കാരണം നമുക്ക് അൾട്ടിമേറ്റ് നമ്മുടെ ലക്ഷ്യം എന്താ, നമ്മൾ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ എന്തിനാണ് സമയം കളയുന്നത്, എന്തിനാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത്. അൾട്ടിമേറ്റ് നമ്മൾ എയിം എന്താ, നമുക്കൊരു ഇൻകം ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ഉണ്ടാവണം. അതാണ് നമ്മൾ എയിം. അത് എടുക്കലെന്ന്. അല്ലാണ്ട് എനിക്ക് BTC ഉണ്ടായിരുന്നു അതിലെനിക്ക് ചില ആൾക്കാർ കമൻറ്റ് ഇടുന്ന കാണാം, എൻ്റെ ഞാൻ ഒരു കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തു $1000 വരെ പ്രോഫിറ്റ് കിട്ടി, പിന്നീട് അത് കുറഞ്ഞ് ഇപ്പോൾ $200 ലോസാണ്. എന്താ കാര്യം? അൾട്ടിമേറ്റ് ഓനിക്ക് $200 ലോസ്. അതേ ഓൻ സംസാരിക്കുന്നുണ്ടോ 1000 പ്രോഫിറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതിനൊന്നും അർത്ഥമില്ല. നീ എപ്പോഴാണോ അത് വിഡ്രോ ചെയ്ത് നിൻ്റെ ബാങ്കിലേക്ക് മാറ്റുന്നത്, അല്ലെങ്കിൽ USDT ആക്കുകയെങ്കിൽ ചെയ്യുന്നത്, അങ്ങനെയുള്ള സമയത്ത് മാത്രമേ നിനക്ക് അതിലൊരു പ്രോഫിറ്റ് എടുത്തു എന്ന് പറയും. അല്ലാണ്ട് ഞാൻ ഇങ്ങനെ കണ്ടിരുന്നു അങ്ങനെ ചെയ്തിരുന്നു എന്നുള്ളതൊന്നും അൾട്ടിമേറ്റ് നമ്മളെ വിഷയമല്ല, അതിനെക്കൊണ്ട് നമുക്ക് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ബുൾ മാർക്കറ്റിൽ നമ്മൾ ഒരു ടൈമിൽ ഒരുമിച്ച് തന്നെ എന്ത് ചെയ്യപ്പെടും, ഈ പറയുന്ന പ്രോഫിറ്റ് എടുക്കുന്ന കാര്യത്തിൽ ഡൗട്ടില്ല. അതിൽ നമ്മളൊരു ഡയമണ്ട് ഹാൻഡ് അല്ല. പ്രത്യേകിച്ച് ചില കോയിനുകൾ നമ്മൾ ലക്ഷ്യം വെച്ചിട്ട് കറക്ഷൻ വരുമ്പം റീബൈ ചെയ്യാമെന്നല്ലാണ്ട് അങ്ങനെയുള്ളൊരു മനസ്സും കൂടി ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യണം. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വരും ദിവസങ്ങളിൽ നമ്മൾ ഈ കഴിഞ്ഞ 10x എന്ന് പറഞ്ഞിട്ട് കുറച്ച് വീഡിയോകൾ പറഞ്ഞിരുന്നു. അതിൽ ആൽഗോ നമ്മൾ നിങ്ങളോട് പരിചയപ്പെടുത്തിയിരുന്നു. ആ ആൽഗോ അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിന് 0.5 ഞാൻ ഗ്രൂപ്പിൽ മുമ്പേ സംസാരിച്ചില്ലെങ്കിൽ പോലും നിങ്ങളോട് പരിചയപ്പെടുന്ന സമയത്ത് 0.3 സംതിങ് ആയിരുന്നു. ഇനി പിന്നീട് 0.5 വരെ കയറി. അപ്പോൾ ആൽഗോൻ്റെ അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടാവും. കാരണം അത് 10x എന്ന നിലയിൽ നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് തന്നെ അത് നിങ്ങളോട് ചോദിക്കണം എന്നുള്ളതൊരു വിഷയമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആൽഗോൻ്റെ ഇനിയുള്ള ഏരിയ എന്താ, ആൽഗോനെ സംബന്ധിച്ചിടത്തോളം 0.5 എന്ന് പറഞ്ഞ മെയിൻ റെസിസ്റ്റൻസ് തട്ടി ഇപ്പോൾ
അതിൻ്റെ RSI മാർക്കും ഓവർ ബ്രോട്ട് ആയതുകൊണ്ട് തന്നെ ഈ വരുന്ന പീരീഡിൽ ചിലപ്പോൾ ഒരു കൂൾ ഓഫ് ഉണ്ടാവും. അത് നല്ലതാണ് ആൽഗോനെ സംബന്ധിച്ചിടത്തോളം. ആ കൂൾ ഓഫ് പീരീഡ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു 0.35 തൊട്ടിട്ട് എവിടെയും ആ കൂൾ ഓഫിൻ്റെ ഡൗണിലേക്ക് വരുന്നതൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റി. രണ്ടാമത് നിങ്ങളോട് ഞാൻ പറഞ്ഞ ഒരു മീം കോയിനാണ്. ഇതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞത്, നിങ്ങൾ ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യപ്പെടാം, അടിയിൽ 10x പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മീം എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്, അതേപോലെ ആൽഗോൻ്റെ ചിഹ്നമുള്ളൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നതാണ് ഈ പറയുന്ന NPC എന്ന് പറയുന്ന ഒരു മീം കോയിൻ. ഈ NPC എന്ന് പറയുന്ന മീം കോയിനും നിങ്ങളോട് പരിചയപ്പെടുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മൾ 10xലുള്ള 20 കോയിൻസിൽ ഒരു മീം കോയിൻ ഉള്ളതെന്ന് പറയുന്നതാണ്. ഇത് നിങ്ങൾ മീം കോയിനായിട്ട് മാത്രമായിട്ട് ചിന്തിച്ചുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണേ, അതൊന്നും നിങ്ങളോട് ആദ്യം പറയുന്നുണ്ട്. പക്ഷേ എനിക്കൊരു പ്രതീക്ഷയുള്ള ഒരു മീം കോയിൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ എപ്പോഴും ഒരു സൊളാനോയിലേക്കോ ഇത്തീരിയത്തിലേക്കോ ബിറ്റ്കോയിനിലേക്കോ ടോപ്പ് 10ൽ ഇടുന്നത് പോലെ ഇട്ടിട്ട് ഒരു റിസ്ക്കും ഇല്ല എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കരുത്. പക്ഷേ ഒരു മീമോ എന്ന നിലയിൽ, കാരണം എല്ലാവർക്കും ബുൾ മാർക്കറ്റ് ആകുമ്പോൾ മീം കോയിൻസിൻ്റെ ബാക്കിലേ പോകും. എത്ര നിങ്ങളോട് പറഞ്ഞാലും എല്ലാവരും ഫസ്റ്റ് ചോദിക്കുക എന്ന് പറഞ്ഞാൽ 1 രൂപേൻ്റെ താഴെയുള്ള കോയിൻസ് ഉണ്ട് ബൈ, മറ്റേ അതിനുള്ള 70-75 ലക്ഷം റുപ്യയിലില്ല. നമുക്ക് ഒരു കോയിൻ ആകുമ്പോൾ 1 കോടി റുപ്യ ആയ 1 കോടി കോയിൻ വാങ്ങി 1 റുപ്യ 1 കോടി റുപ്യ, ആ ഒരു ലൈൻ ഓഫ് തോട്ടാണ് എല്ലാവർക്കും ഉള്ളത്. അതൊന്നും മാറ്റേണ്ട ലൈനാണ്. അത് നിങ്ങളോട് ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ട്, 1 രൂപേൻ്റെ താലിൽ 50 ശതമാനം കോയിൻ വാങ്ങിയിട്ട് 1 കോടി കോയിൻ വാങ്ങിക്കേട്ട് ഇപ്പം മനസ്സിങ്ങനെ സ്വപ്നം കാണുക, ഇനി വേണം ഇതൊന്നും 1 രൂപയായിട്ട് വേണം 1 കോടി രൂപ എന്തിപ്പോൾ ചെയ്യുക അതിനെക്കൊണ്ട് എന്നുള്ള തോട്ടുകൾ അധികമാക്കുന്നുണ്ട്. അതൊന്നും വെക്കേണ്ട കാര്യമല്ല, സംഭവിക്കാൻ പോകുന്നതേ അല്ല. കാരണം അത്രയും സപ്ലൈ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ചില ആൾ എന്നോട് ചോദിക്കും, ഷിബ് $1 ആവും. അതിൻ്റെ സപ്ലൈ നോക്കുമ്പോൾ $1 ആണെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് തന്നെ എത്രയോ വലുതാണ്. അതൊന്നും ഇപ്പം ചിന്തിക്കാവുന്നതേ അല്ല. ആൾക്കാർ അതിന് 10 കൊല്ലം കഴിഞ്ഞാൽ അത് 1000 കിലോ സാധനം, അന്നേരം നമുക്കൊരു 8 കൊല്ലം മുമ്പ് സംസാരിക്കാം, അത് 8 കൊല്ലം കഴിഞ്ഞ് സംസാരിക്കാം. അതിനോട് അടുപ്പുള്ള സമയത്ത് നമുക്ക് ജീവനുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ എന്തായാലും നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അതുപോലെ ഈ NPCന് നിങ്ങൾ ശ്രദ്ധ കൊടുക്കണം. കാരണം ഇതിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ഈ കുറച്ച് ദിവസം നമ്മൾ പറഞ്ഞതിന് ശേഷം ഒരു വലിയ ഗ്രോത്ത് ഉണ്ടെന്ന് വെച്ചാൽ ഏകദേശം 55% ഡൗൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് എനിക്കൊന്ന് 0.40 സംതിങ്, ഒരു 0.25ൻ്റെയും 0.40 അതിൻ്റെ ഇപ്പുറം ഉണ്ടോ എന്നൊക്കെ ഓർമ്മയില്ല. അതിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾക്ക് ഒന്ന് ചെറിയ രീതിയിൽ അക്യുമുലേറ്റ് ചെയ്യാം. കടം വാങ്ങിയിട്ടോ സ്വർണം വിറ്റിട്ടോ ഒന്നല്ല, എപ്പോഴും പറയാനാക്കണ്ട. പക്ഷെ എന്നാലും നമുക്ക് അനുഭവമുണ്ട്. ഇപ്പോൾ നമ്മളിത് ഓർമ്മിപ്പിച്ചുകൊണ്ടൊന്നില്ലെങ്കിൽ പോലും ഒരു സുപ്രഭാതത്തിൽ വീഡിയോ കാണുന്നവന് ഇതിന്ന് പൊളിച്ചിട്ടെന്നെ കാര്യം എന്നുള്ളത് ചിന്തിക്കുന്നവരുണ്ട്. ഡിഫറെൻറ്റ് മെൻറ്റാലിറ്റി ഉള്ളവരുണ്ട്. അതുകൊണ്ടാണ് ചില വിഷയങ്ങൾ ഞാൻ വീണ്ടും വീണ്ടും പേടിപ്പിച്ചുകൊണ്ട് തന്നെ പറയുന്നത്. കാരണം നമ്മൾ കാരണം ഒരാൾക്കും എന്തുണ്ടാവരുത്, ഒരു നമ്മുടെ ഒരു വാക്ക് കൊണ്ട് പോലും എന്തുണ്ടാവരുത്, ഒരു മിസ്റ്റേക്കായിട്ട് ജീവിതത്തിൽ ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ NPCനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറയാം, ബിനാൻസിലോ ബൈബിറ്റിലോ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, കൂക്കോയിലും ബിഡ്ജറ്റിലും ഉണ്ട്. നമ്മൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക്, റെഫറൽ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് തരാം. അല്ലെങ്കിൽ നിങ്ങൾ ടെലഗ്രാമിൽ മെസ്സേജ് അയക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ കോയിൻസ് എന്ത് ചെയ്യപ്പെടാം, ഒരു എമൗണ്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു മീം എന്ന നിലയിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. ഒരിക്കലും റെക്കമെൻഡ് ഈ മറ്റേ സെറ്റപ്പില്ലേ ഇതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, ഞാൻ നിങ്ങളൊന്നുമല്ല മറ്റേ ഫഡ് നിങ്ങൾ തന്നെ പേഴ്സണലി ഫുൾ ചെക്ക് ചെയ്തിട്ടാണ് ഇത് എടുക്കുന്നത് എന്നുള്ള തോട്ടിൽ വേണം ഇത് പോകാൻ. പക്ഷേ എൻ്റെ 10xൽ ഉണ്ടായത് കൊണ്ട് നിങ്ങളോട് ഞാൻ മുമ്പ് ഇതിനെക്കുറിച്ച് 10x മീം എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു അപ്ഡേറ്റ് തരുന്നതാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെ ചിന്തിക്കുക, അടിപൊളിയായിട്ട് തന്നെ പോവുക. ബുൾ മാർക്കറ്റിൽ ഗ്രീഡി തോട്ടുകൾ മാറ്റി വെച്ചാൽ മാത്രം നമുക്ക് നല്ല ഗുണകരമാവുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ബുൾ മാർക്കറ്റിൽ പ്രോഫിറ്റ് കൊയ്യുന്നവരുണ്ട്, അടുങ്ങനെ മൂഞ്ചുന്നവരുണ്ട്. അപ്പോൾ അതിലാവരുത് നമ്മൾ. അതിന് വേണ്ടിയിട്ട് സ്വപ്നങ്ങൾ കുറക്കുക. പൈസക്കാരനാവില്ല ഈ ബുൾ മാർക്കറ്റിൽ 100% ഉറപ്പ്. പക്ഷെ നമുക്ക് എന്തുണ്ടാവും, പ്രോഫിറ്റ് ആക്കാൻ പറ്റും. ആ ഒരു തോട്ടാണ് നമ്മൾ വേണ്ടത്. പിന്നെ അടുത്ത ബുൾ മാർക്കറ്റ് ജീവനുണ്ടെങ്കിൽ നമ്മൾ കാണുമ്പോൾ ഇപ്പം നിങ്ങൾ എത്രയാണ് 100 രൂപയാണ് പ്രോഫിറ്റ് ആക്കിയാൽ 100% ഞാൻ ഗ്യാരണ്ടി തരാം, അടുത്ത ബുൾ മാർക്കറ്റിൽ നിങ്ങൾ 500 രൂപ പ്രോഫിറ്റ് ആക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ബുൾ മാർക്കറ്റ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിട്ടില്ല, നിങ്ങൾ ഒന്നും കൂടി, കാരണം 3 ബുൾ മാർക്കറ്റ് 2 ബുൾ മാർക്കറ്റ് കണ്ടു വന്നവരുണ്ട്. അവർ ഇപ്രാവശ്യം നമ്മളങ്ങാട്ടി എന്തായാലും പ്രോഫിറ്റ് എടുക്കും. അവൻ ഇത്ര പ്രോഫിറ്റ് എടുത്ത്, അവൻ അങ്ങനെ ചെയ്ത്, ചില ടെലഗ്രാമിൽ ഇത്ര പ്രോഫിറ്റ് കാണുന്നു, ആഗ്രഹിക്കല്ല. കാരണം എന്താ, നമുക്ക് അടുത്തൊരു പ്രാവശ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൽ നേടും. അപ്പം അങ്ങനെയുള്ള ഒരു തോട്ടുകൾ നിങ്ങളുടെ മനസ്സിൽ വേണം തന്നെ പറയുന്നത്. പൈസക്കാരനാവാനല്ല, പ്രോഫിറ്റ് എടുക്കാനാണ് ഈ ബുൾ മാർക്കറ്റ്. ഇതെപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് തന്നെ വേണം. ഈ ബുൾ മാർക്കറ്റിൽ നീ ഒരു കോയിനെ കൊണ്ട് പൈസക്കാരനാവില്ല, പക്ഷെ നിനക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഈ പ്രോഫിറ്റ് എടുക്കൽ എന്ന് പറയുന്നത് ഒരു വലിയ കലയാണ്. കാരണം 10,000 ആൾക്കാരുണ്ടെങ്കിൽ ഒരു 500 ആൾക്ക് കിട്ടുന്ന കാര്യമാണ്. അതിൽ നീ പെടാൻ നോക്കുക. പൈസക്കാരനാവുന്ന കാര്യത്തിലേക്കല്ല ചിന്ത വേണ്ടത്. നമുക്ക് സിസ്റ്റമാറ്റിക്കായി സംസാരിക്കാം. ടെലഗ്രാം പബ്ലിക് ഗ്രൂപ്പിൽ എന്തായാലും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾ ഫ്രണ്ട്സുകാർ, അതിലിടയിൽ ഞാൻ ഈ വരുന്ന മാർക്കറ്റ് വീക്ക് 7-8 ശേഷം ഫ്യൂച്ചേഴ്സ് സിഗ്നലും പബ്ലിക് പ്രീമിയം ഗ്രൂപ്പിന് അത്യാവശ്യം കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന 1-2 സിഗ്നൽ എന്ത് ചെയ്യപ്പെടും, നിങ്ങൾക്കും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കും ജോയിൻ ചെയ്യുന്നതിന് മുതലുണ്ടാവും. പിന്നെ അപ്ഡേറ്റ്സുകൾ അറിയണം. ഈ പറയുന്ന 6 മാസമെങ്കിലും, വരുന്ന 6 മാസമെങ്കിലും
ഭയങ്കര ഒരു നായക വർക്കുന്നുണ്ട്, ക്രിപ്റ്റോ വിരോധിയാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യപ്പെടും, 6 മാസമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന കോയിൻസ് മാക്സിമം ഒന്ന് ഫോക്കസ് ചെയ്ത് പോകണം. പിന്നെ നമുക്ക് ഒരു 2-3 മാസം കാര്യമില്ല, ബിയർ മാർക്കറ്റ് വന്നതിന് ശേഷം നമുക്ക് സജീവമാകും. ഓക്കെ, ബൈ.